ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ഗ്രഹാന്ന് മിൻതാജിലേക്കുള്ള ട്രക്കിംഗ് ആണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ചും പാക്ക് ചെയ്ത് ട്രക്കിംഗ് പോളൊക്കെ എടുത്ത് ഇറങ്ങാണ്. ഓക്കെ, ഇന്ന് തണുപ്പ് അത്യാവശ്യം കുറവാണ്, അതുകൊണ്ട് ജാക്കറ്റെല്ലാം അഴിച്ചു നോർമൽ വെയർ ഇട്ടിട്ട് ട്രക്ക് ചെയ്യാണ്. അല്ലെങ്കിൽ ചൂട് കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ ട്രക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് നമ്മൾ പോകുന്ന വഴി. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. ഏകദേശം 3 കിലോമീറ്ററോളം നടന്നു. ഇനി കുറച്ച് നേരം വിശ്രമം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇത് വാട്ടർ ബോട്ടിലിട്ടിട്ട് എനർജിയും ഹൈഡ്രേഷൻ കിട്ടുമോ നോക്കട്ടെ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഹാഫ് വേ ടു മിൻതാജ്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? മിൻതാജ്. ഗായ്സ്, നമ്മളിപ്പോൾ ലഞ്ച് ബ്രേക്ക് സാധിക്കൂല, അതുകൊണ്ടാ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി 4 കിലോമീറ്റർ കൂടെ ട്രക്ക് ചെയ്യണം ഗൈസ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി ഗൈസ്. പക്ഷെ ഭയങ്കര തണുപ്പും ഓൾട്ടിറ്റ്യൂഡും കൂടുന്നുണ്ട്. ഏകദേശം 9000 അടുത്ത് ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ നടക്കുമ്പോൾ പറ്റുന്നില്ല. കുറച്ച് നടക്കാൻ ഭയങ്കര കുഴയാണ്. സത്യം പറയാൻ സംസാരിക്കാൻ പോലും വയ്യ. പക്ഷെ സ്ഥലമൊക്കെ അടിപൊളിയാണ്. ഇവിടെയുള്ള വ്യൂ പോയിന്റും എല്ലാം അടിപൊളിയാണ്. ഇറ്റലിയൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് നല്ലോണം ഉണ്ട്. ശ്വാസം എടുക്കാനോ സംസാരിക്കാനുള്ള എനർജി വരുന്നില്ല. കോൾഡ് ബ്രീസ് ഉണ്ട് ഗൈസ്. മഴ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഗ്ലാസ് വെച്ച് എന്താ വെച്ചാൽ എൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഞാൻ സാധാരണ ഒരു സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ചിലതൊക്കെ നടണമെങ്കിൽ, ചില നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ജീവിതമാകെ ഒന്നേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമായിട്ട് ഇതിൻ്റെ പകുതി വരും കയറാനുള്ള സ്റ്റാമിന ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ ബാക്കിൽ കാണുന്ന സ്ഥലം കണ്ടോ? ഒരു മരത്തിനുള്ളൊരു കേവ് പോലെ. സേ ഹായ്. നമ്മൾ വേറെ കുറച്ച് ഹിന്ദിക്കാരുടെ ക്യാമ്പുണ്ട്, അവരും കയറുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പരിചയപ്പെട്ടതാണ്. മരം കണ്ടോ? നല്ല രസമില്ലേ? വെതറിനൊക്കെ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം ഏകദേശം ഓക്കെ, താങ്ക് യു, ബൈ. ഇപ്പം ഏകദേശം കുറച്ച് ചൂടാകാൻ തുടങ്ങി. ഇത്ര നേരം ഭയങ്കര തണുപ്പായിരുന്നു. പെട്ടെന്ന് മാറുന്നു വെതറൊക്കെ ഒരു 5 മിനിറ്റിൽ. ബാക്കിൽ കാണുന്നുണ്ടോ? ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കമ്മിങ് പോവാനായി. ഇനിയൊരു 10 minutes 30 minutes 15 minutes കഴിഞ്ഞാൽ മിൻതാജ് ക്യാമ്പിൽ എത്തും. ഇവിടുന്ന് ക്യാമ്പുകളൊക്കെ തുടങ്ങി. പക്ഷെ ഇത് വേറെ ആരുടെ ക്യാമ്പാണ്. ബാക്കിൽ കാണുന്നുണ്ടോ? നമ്മൾ അങ്ങോട്ടാണ് കയറാൻ പോകുന്നത്. നമ്മൾ ഏകദേശം ഇവിടെ എത്തി. ഇനി ഒരു 200 മീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പ് എത്തും. ക്യാമ്പ് എത്തിയിട്ട് അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഫൈനലി നമ്മൾ മിൻതാജ് ക്യാമ്പിലെത്തി. ഇങ്ങോട്ട് താഴെ ഇറങ്ങുന്ന സ്ഥലം കുറച്ച് റിസ്ക്കി ആയിരുന്നു. വ്ളോഗ് എടുക്കാൻ പോയിട്ട് വരയ്ക്ക് കാല് വെക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഏകദേശം
11,000 ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഓക്കെയാണ്, ഹെൽത്ത് ഇഷ്യൂസൊന്നുമില്ല. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പ്. നമ്മൾ ഇന്നിവിടെയാണ് ഉറങ്ങാൻ പോകുന്നത്. ആകെ ഒരു സ്ലീപ്പിംഗ് ബാഗും ഉണ്ട്, പിന്നെ ജാക്കറ്റും ഉണ്ട്. ഇവിടെ തല വെച്ചിട്ട് ഇന്നിവിടെയാണ് ഉറങ്ങാൻ പോണത്. നല്ല രസമുണ്ട് ആക്ച്വലി. ഐ എം ലവിങ് മൈ ലൈഫ്. ബട്ട് ഒരുപാട് സ്ട്രഗിളും പിന്നെ അതിൽ തന്നെ കോംപ്രമൈസസ് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതൊക്കെയാണ് ആഗ്രഹം, ഇതൊക്കെയാണ് ആവശ്യമെങ്കിൽ ഉറപ്പായിട്ടും കോംപ്രമൈസും സ്ട്രഗിളും ഇല്ലാതെ എത്താനൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നാളത്തെ ട്രക്ക് സ്റ്റീപ്പാണ്, അതിൻ്റെ ചെറിയൊരു പേടിയുണ്ട്. വേറെ എല്ലാം കൊണ്ട് ഓക്കെയാണ്. സമയം ഏകദേശം 5 മണിയായി. ടീയും സ്നാക്സൊക്കെ കഴിച്ചു ഗൈസ്. ഇനിയിപ്പോൾ രാത്രി ഒരു ഡിന്നറും ഉണ്ട്. അയ്യോ, രാത്രി ഒരു ഡിന്നറും ഉണ്ട്, പിന്നെ കിടക്കുകയും വേണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ മിൻതാജ് ട്രക്കിൻ്റെ വ്ളോഗ്. സത്യം പറഞ്ഞാൽ ബാക്കിയെടുക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. ഈ കാണുന്നതൊക്കെയാണ് ടോയ്ലറ്റ്സ്. ഇതാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ്. നാളെ നമ്മൾ നഗാരൂലിലേക്കാണ് പോകുന്നത്. അത് ഇവിടുന്ന് ഒരു സ്റ്റീപ്പ് ട്രക്കായിരിക്കും. ഏകദേശം 6 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന 6 കിലോമീറ്റേഴ്സ് അല്ല. 6 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കും ട്രക്ക് ചെയ്ത് കയറാൻ. അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.